ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഇന്നലത്തെ ഞാൻ കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഫ്രൈഡേ ഒരു ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. അപ്പോൾ അതും അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങളുടെ മാനേജറുണ്ട് അരുൺ ചേട്ടൻ. അപ്പോൾ അരുൺ ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതും എല്ലാം കൂടി ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എല്ലാം കൂടി ഒരു വീക്കെൻഡ് വ്ളോഗാണ്. തേഴ്സ്ഡേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ലഞ്ചിന് പോയപ്പോഴുള്ള വിഷ്വൽസാണ്. ആക്ച്വലി സിബിന് ലൊക്കേഷൻ ചേഞ്ച് കിട്ടി. സിബിൻ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കുട്ടി സെൻഡ് ഓഫ് പോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ലഞ്ചിന് പോയതാണ്. ആക്ച്വലി ഈ ലഞ്ചിന് പോകുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്കും ലൊക്കേഷൻ ചേഞ്ച് കിട്ടാൻ പോവുകയാണ്, ഞാനും ബാംഗ്ലൂരിലോട്ട് പോവുകയാണ്. സോ ഇത് ആക്ച്വലി എൻ്റെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ ഹൈദരാബാദാണ്. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സിബിനൊരു കുട്ടി സർപ്രൈസ് കൊടുത്തു. നമ്മൾ സെൻഡ് ഓഫ് കേക്ക് എല്ലാം കട്ട് ചെയ്തു. ഐ ഫീൽ ആക്ച്വലി വെരി ഹാപ്പി. കാരണം ഞാനിത് ആ സമയത്ത് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ തോന്നിയതും കാരണം ഇത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ്. ഹൈദരാബാദും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ 7 പേരാണ് കോളേജിൽ നിന്ന് പ്ലേസ്ഡ് ആയത്. നമ്മളെല്ലാവരും കൂടി ലഞ്ചിന് പോയതും ഒക്കെ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തായിരുന്നു. സെയിം പോലെ തന്നെ നമ്മൾ പിന്നെ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഓഫീസിൽ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നെയിൽസ് ചെയ്യാൻ പോയി. അപ്പോൾ സൂസിന് നെയിൽസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നപ്പം എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു പെഡിക്യൂർ ചെയ്യാമെന്ന്. കാരണം ഞാനൊരു കയാക്കിങ്ങനെ പോയിട്ട് എൻ്റെ കാലിൽ സോക്സ് ഇട്ട പോലെ ആയിരുന്നു ടാൻ വന്നത്. ഞാൻ പാൻറ്റ് കയറ്റി വെച്ച് അത്രയും ഭാഗം ടാൻ അടിച്ച് ഫുൾ ഇതായി. അപ്പോൾ ഞാനൊരു ഡീപ് ടാൻ പെഡിക്യൂർ ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഫ്രൈഡേ. സോ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കുറച്ച് നേരത്തെ ഇറങ്ങി. ആൻഡ് നമ്മൾ നേരെ പോയത് ബ്രോഡ്വേ ബ്രൂവറിയിലോട്ടാണ്. ഇത് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഹാങ് ഔട്ട് സ്പേസ് ആണ്. ഇവിടുത്തെ പഫ് പിസ്സ ഇസ് ആ ഫേവറേറ്റ്. അത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര അടിപൊളിയാണ്. ഈ പഫ്സിൻ്റെ ബേസാണ് അവിടുത്തെ പിസ്സയുടെ ബേസ്. ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര സോഫ്റ്റ് മ്യൂസിക് അങ്ങനെയൊക്കെ ഒരു റെസ്റ്റ് ബാർ കൈൻഡ് ഓഫ് സ്പേസാണ്. ആൻഡ് ഇവിടുത്തെ കേജുൻ ചിക്കൻ പിസ്സാസ് അടിപൊളി. ആരൊക്കെ ഹൈദരാബാദ് പോകുന്ന ഐ വുഡ് റെക്കമെൻഡ് ദിസ് പ്ലേസ്. അടിപൊളിയാണ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മെഗ്നോളി കഴിക്കാം. അവിടെ പോയിട്ട് കുറച്ചിങ്ങനെ സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാം, മധുരമുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ നേരെ മെഗ്നോളിയ പോയി. ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഓർഡർ ചെയ്തു. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്തു. എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്തു. മെഗ്നോളിയ അടിപൊളി. അത് വേറൊരു അടിപൊളി സ്പോട്ടാണ്, എവ്രി വൺ നോസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. ഞാനും സൂസനും ഭയങ്കര സ്വീറ്റ് അഡിക്ട്സാണ്. നമ്മൾ ഈ 2 സ്ലൈസ് ഓഫ് കേക്ക് അപ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളി ടേസ്റ്റുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പി ജിയിലോട്ട് വന്നു. രാത്രി ആയപ്പോൾ നമ്മൾ നേരെ പി ജിയിലോട്ട് വന്നു. ആൻഡ് ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്സ് ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര രസമാണ്. നല്ല ലൈറ്റ്. ഇവിടെ ഫുൾ റെസിഡൻഷ്യൽ കൈൻഡ് ഓഫ് ഏരിയ. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഡിഫറെൻറ്റ് കിളീനെ കണ്ടു. 2 കിളികളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരെണ്ണം പറന്നുപോയി. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കിളികളിൽ. ഇപ്പം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞില്ല അരുൺ ചേട്ടൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അരുൺ ചേട്ടൻ്റെ വീട്ടിൽ പോകണം. പിന്നെ പുറത്തെങ്ങനെ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ റെഡി ആവുമായിരുന്നു. കുളിച്ച് ഡ്രസ്സെല്ലാം മാറി. സോ സാറ്റർഡേസ് ഒരു ഫുൾ റീസെറ്റ് ഡേ പോലെയാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പുറത്തെല്ലാം പോകാമെന്ന് വിചാരിച്ചിരിക്കുക. അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോഴത്തേക്കും ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിസ്സ ഓർഡർ ചെയ്ത് പിസ്സ വന്നു. പിസ്സ കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറി പുറത്തെല്ലാം പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുൾ റെഡിക്ക് ആയി കഴിഞ്ഞപ്പം ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഔട്ട്ഫിറ്റ് ചെക്ക് വീഡിയോ ഒക്കെ എടുത്തു. അത് ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ പോകാനായിട്ട്. എന്നിട്ട് ഊബർ വന്നു. എന്നിട്ട് ദിസ് ഇസ് ഓൺ ദ വേ ടു അരുൺ ചേട്ടൻസ് ഹോം. അരുൺ ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. കാരണം എൻ്റെ അപ്പൂനേക്കാളും ചെറുതാണ്. 2 പിള്ളേരുണ്ട് അരുൺ ചേട്ടന്. ആൻഡ് ഷീ വാസ് സോ ക്യൂട്ട്. ആൻഡ് ദാറ്റ് മൈൻ, സീ മൈൻ, ദിസ് ഇസ് റിയലി നൈസ്, നോ? This is nice, right? This is mine. It's yours. This photo this. Take a photo that. ആൻഡ് നമ്മൾ അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വാസ് വെരി ഹാപ്പി. സൂസനോട് അരുൺചേട്ടനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഫുൾ പെയിൻ്റ് അടി ഓരോന്ന് പറയുന്നു. ഷീ വാസ് ഓൾസോ വെരി ക്യൂട്ട്.
അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോളിലോട്ട് പോയി. മോളിൽ പോയി ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ്, ഞാനിങ്ങനെ ചുമ്മാ കുറച്ച് ഔട്ട്ഫിറ്റ്സൊക്കെ ട്രൈ ചെയ്തു. പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല സാരി അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാം എന്നൊക്കെ. പിന്നെ മറ്റ് ഷർട്ട് സിറ്റി മോളിലൊരു ബസാർ പോലത്തെ ഏരിയ ഉണ്ട്, വേറെ ബൈ ദിസ് ചിക്കൻ കാരി കുർത്താസൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് ചുമ്മാ കറങ്ങി. പിന്നെ 2-3 സാരിയൊക്കെ ഞാൻ ഇട്ട് നോക്കി. പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് പി ജിയിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തെല്ലാം പോയി തിരിച്ച് വന്നു. ഞാൻ ഓറഞ്ച് ഇൻസ്റ്റമാർട്ടിന് മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ കാണിച്ചു. ഭയങ്കര രസമാണ്. രാത്രിക്ക് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര രാവിലെയും രസമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ച് ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. രാത്രി ഭയങ്കര തണുപ്പാണ്. ഞാൻ ഇങ്ങനെ കുറേ നേരം ചുമ്മാ അവിടെ ഇങ്ങനെ വന്നിരിക്കും. ഭയങ്കര രസമാണ്. കാരണം താഴേക്ക് ഫുൾ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ നല്ല തണുപ്പും എല്ലാം ആയിട്ട് ഒരുപാട് സ്പേസ് ഒന്നുള്ള ബാൽക്കണി അല്ല, പക്ഷേ ഇങ്ങനെ അവിടെ നല്ല വ്യൂ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. നല്ല ഫുൾ മൂണെല്ലാമായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തത്. പിന്നെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ അവിടെ ഫുൾ കുറേ ബിൽഡിങ്സിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ദിവാലിയൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു. ഞാൻ ബാൽക്കണിയിൽ ഇങ്ങനെ ചുമ്മാ പുറത്തൊക്കെ നോക്കിയിരിക്കും. ഇവിടെ നല്ല രസമാണ്. കാരണം ഇവിടെ ഫുൾ ഈ ഏരിയ ഫുൾ ഇങ്ങനെ പി ജിയാണ്. ഇവിടെ വരുമ്പോൾ ഗ്രീൻസ് വരുന്നുണ്ടല്ലോ. ഈ ഏരിയ ഫുൾ പി ജിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തം ആൾക്കാരെ. പിന്നെ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട്. പിന്നെ ഇന്ന് ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ പുറത്തു പോയി വന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലല്ലോ. പുറത്തു പോയി വന്നു. ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ 6 പേരുണ്ട് ഈ ഫ്ലാറ്റിനകത്ത്. അപ്പോൾ ഇങ്ങനെ മാറി മാറിയ വാഷ് ചെയ്യുക. എന്നാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബാൽക്കണിയിൽ തുണി ഉണക്കാടാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വാഷ് ചെയ്യും. അപ്പോൾ ആ പരിപാടിയുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബിഗ് ബോസൊക്കെ കണ്ടിരിക്കും കുറച്ച് നേരം. ഇന്ന് ഉച്ചയായപ്പോൾ എഴുന്നേറ്റ്. അതുകൊണ്ട് ഇനി എന്തായാലും ഉറങ്ങാൻ നല്ല ലേറ്റാവും. നാളെ ഇനി ലേറ്റായിട്ട് എഴുന്നേക്കും. നാളെ സൺഡേ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പള്ളി പോകണമെന്നുണ്ട്. ഇന്ന് ഞാൻ പള്ളി പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെയുള്ള അടുത്തുള്ള എന്തൊക്കെയോ പള്ളി ഉണ്ട്. പക്ഷേ അടുത്തുള്ള പള്ളിയൊന്നും നമ്മുടെ നാട്ടിലെ പള്ളികളെ പോലെ ഒന്നുമല്ല. ഫുൾ ഇങ്ങനെ ഒരു ബിൽഡിങ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ സ്കെയർ ആയി തോന്നി എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹോളി ഏഞ്ചൽസ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ പള്ളി കൊണ്ടാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ നാളെ. ഇപ്പം ഞാൻ ഇന്നലെ രാത്രിയായപ്പോൾ ഞാനിങ്ങനെ ഓൺലൈൻ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു രാവിലെ 7:15 മലയാളം മാസമുണ്ട്, പിന്നെ 9 മണിക്ക് ഇംഗ്ലീഷ് മാസം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും നാളെ രാവിലെ എഴുന്നേറ്റാൽ ആ മാസത്തിന് പോകും, അല്ലെങ്കിൽ നാളെ ഉച്ചയാകുമ്പോൾ എഴുന്നേക്കും. ഇതുപോലെയൊക്കെ നാളെ എവിടെയെങ്കിലും പോകും. നാളെ പിന്നെ നമ്മൾ മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. മറ്റേ ഇപ്പോൾ പുതിയ ഡൈസ് ഇറേ എന്നല്ലോ പടത്തിൻ്റെ പേര് അന്ന് തോന്നുന്നു. പ്രൊനൗൺസ് ചെയ്യാൻ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ പ്രണവ് മോഹൻലാലിൻ്റെ മൂവി ഭയങ്കര നല്ല റിവ്യൂ ഒക്കെ അല്ല. അപ്പോൾ അതിന് പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭൂതകാലം കാണുക. കാരണം നാളെ മറ്റേ ഡീസിറെ അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാനും സൂസിയും കൂടെ ഭൂതകാലം കണ്ടു. കാരണം ആ ഒരു ഇമ്പാക്റ്റിൽ അങ്ങ് പോവാമെന്ന് വിചാരിച്ച്. All set to go and watch ഡീസിറെ. അപ്പോൾ ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്തേക്കും. ആ സമയത്ത് നമ്മുടെ പി ജിയുടെ കെയർ ടേക്കറിൻ്റെ മോളാണത്. ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ നമുക്ക് ആ കുട്ടിക്ക് തെലുങ്ക് അറിയുള്ളൂ. നമുക്കാണെങ്കിൽ തെലുങ്ക് പറഞ്ഞൂടെ, ഹിന്ദീൻ്റെ കഷ്ടപ്പാടാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ബായ് എല്ലാം പറഞ്ഞ് നമ്മൾ മൂവിക്ക് പോകാം. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡേയ്സ് അല്ല വീക്സായി ജോസ്മി. അപ്പോൾ ഞങ്ങളിപ്പോൾ മൂവിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോസ്മിയുടെ അടുത്ത് പറയുമായിരുന്നു നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി. സംഭവം എല്ലാവരും ഒരേ സ്ഥലത്താണ് ഓഫീസിൽ പോകുന്നുണ്ടെങ്കിലും എല്ലാവരും ഇന്ന് ഓഫീസിൽ പോകാത്തതുകൊണ്ട് കാണാറില്ല. പക്ഷെ പോണ വഴിക്ക് നല്ല മഴ കിട്ടി. എത്തുന്ന സമയം നമ്മളിപ്പോൾ ലുലുവിൽ നമ്മൾ മൂവിക്ക് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ലുലുവിലെത്തിയപ്പോൾ ലുലു ഇസ് ലൈക്ക് ഫുൾ ക്രൗഡഡ്. കാരണം മഴ വന്നപ്പോൾ എല്ലാവരും അതിനകത്ത് കയറിയിരിക്കുമായിരുന്നു. ഇത് 2 പീസ് നമ്മൾ പറഞ്ഞ് ഡീലാക്കിയത് പോലെ. ഇതിനകത്ത് തന്നെ കാണാം. അങ്ങനെ ഇപ്പം നമ്മൾ
ലുലു മോളിൽ വന്ന് വെയിറ്റിംഗ് ആ സിനിമ കാണാൻ. ഇവിടെ ഫുൾ ഭയങ്കര തിരക്കാലം, പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലുലുവിൽ കയറിയിരുന്നു. ഫുൾ തിരക്ക്, താഴെ മൊത്തം തിരക്ക്, ഫുഡ് കോർട്ടിൽ മൊത്തം തിരക്ക്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കഴിക്കാനായിട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സിബിന് കൊടുത്ത് പൊട്ടിച്ചാൽ മതി. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞ് മൂവിക്ക് ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. മൂവി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഫുൾ വെയിറ്റിംഗ് ആണ്. അതിന് മൂവി കണ്ടിറങ്ങി, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ പിന്നെ അതിന് കുറേ പേര് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മന്തി കഴിക്കാൻ പോകാമെന്ന്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഫുൾ ഫുഡൊക്കെ കഴിച്ചിരുന്നെങ്കിലും ഫുഡിന് കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ പിന്നെ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ സ്ഥിരം സ്പോട്ട് മന്തി 36 പോയി. ഞങ്ങൾക്ക് ഹൈദരാബാദ് കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഉണ്ട്, ലൈക്ക് നമ്മൾ സ്ഥിരം പോകുന്നത്. ഇവിടുത്തെ മന്തീസ് ലൈക്ക് അടിപൊളി. ഇവിടുത്തെ മട്ടൻ ജ്യൂസി മന്തി അടിപൊളിയാണ്, അൽഫാം മന്തി അടിപൊളിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് ഇതാ. അങ്ങനെ നമ്മൾ അവിടെ പോയി മന്തിയെല്ലാം കഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പി ജി എത്തിയപ്പോൾ പി ജി ഫുൾ അകത്തിന്ന് ലോക്ക്ഡായിരുന്നു. എന്നിട്ട് ബയ്യനെ വിളിച്ച് കഷ്ടപ്പെട്ട് തുറപ്പിച്ചു. ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് ഡേ സൺഡേ. നമ്മൾ ഞാനും സൂസനും കൂടി പുറത്ത് പോയി നല്ല ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സബ്യസാച്ചി സ്റ്റോറിൽ പോയി. കാരണം സൂസൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സാരീൻ്റെ ബ്ലൗസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചുമ്മാ അവിടുത്തെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഒക്കെ അങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. നമ്മൾ കുറേ ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ പോയി. ഞാൻ കുറച്ച് വെറൈറ്റി ചോക്ലേറ്റ്സ് കാണിച്ചു തരാം. ഇതെനിക്ക് സൂസൻ കൊണ്ട് തന്നത്. സൂസൻ ആരെ കൊടുത്തതാണ്. ഇത് നമ്മുടെ കമ്പിത്തിരി എല്ലാം പോലത്തെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. എനിക്ക് കുറച്ച് വെറൈറ്റി തോന്നി. സോ ഐ ജസ്റ്റ് ആഡഡ് ദാറ്റ് ഹിയർ. അത് കഴിഞ്ഞ് ഞാൻ രാത്രിയായപ്പോൾ അന്ന് ബിഗ് ബോസ് ഫിനാലെയാണ്. അപ്പോൾ ഞാൻ ഫുൾ ബിഗ് ബോസ്, ഞാനങ്ങനെ എപ്പോഴും ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല. പക്ഷേ ഞാനിങ്ങനെ ഫുൾ റീൽസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഹൈലൈറ്റ്സ് അങ്ങനെയൊക്കെ കാണും. അപ്പോൾ എന്തായാലും വേറെ പണിയൊന്നും ഇല്ലാണ്ടായപ്പോൾ ബിഗ് ബോസ് ഫൈനൽ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിഗ് ബോസ് ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ നാട്ടിലോട്ട് പോവുക. അപ്പോൾ നാട്ടിലോട്ട് പോകണമെങ്കിൽ മുന്നേ ഞങ്ങൾക്ക് മന്തി കഴിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഞാനും നാസിലും സൂസിയും കൂടി മന്തി കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് പിന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. കാരണം കുറച്ച് ആ സമയം ബ്ലോക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ എത്താൻ ചോദിച്ചു പോയി. പിന്നെ അവിടെ നിന്ന് ഒരു കുനാഫി കഴിച്ച് ഞങ്ങൾ നേരെ നാട്ടിലോട്ട് പോയി. ആൻഡ് നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.